അടുത്തതായി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ആർട്ടിഫിഷ്യലി എങ്ങനെയാണ് ഹൈബ്രിഡ് പ്രോഡക്റ്റുകളെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. ഇറ്റ് ഈസ് എൻ അപ്രോച്ച് ടു ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ക്രോസിങ് എക്സ്പെരിമെൻറ്റുകൾ, രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റികളെ ക്രോസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റുകളിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ആ പോളൻ ഗ്രെയിൻസിനെ കൊണ്ടാണ് സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്യിച്ച് പോളിനേഷൻ നമ്മൾ അച്ചീവ് ചെയ്യണത്. സോ ഡിസൈർഡ് വെറൈറ്റി ഓഫ് പോളൻ ഗ്രെയിൻസിനെ മാത്രമേ നമ്മൾ ക്രോസിങ് എക്സ്പെരിമെൻറ്റുകളിൽ യൂസ് ചെയ്യുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഡിസൈർഡ് വെറൈറ്റി മാത്രമായിട്ട് യൂസ് ചെയ്യുക? ബിക്കോസ് ആ ബൈസെക്ഷൽ ഫ്ലവറിൽ മെയിലും ഫീമെയിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഡിസൈർഡ് വെറൈറ്റി മാത്രം വന്ന് പോളിനേഷൻ അച്ചീവ് ചെയ്യണത്? അതിന് വേണ്ടിയിട്ട് അതിൽ മെയിലും ഫീമെയിലും ഗാമറ്റുകൾ അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, സെയിം ഫ്ലവറിൽ ഉണ്ടെങ്കിൽ, ബൈസെക്ഷൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറച്ച് സ്റ്റെപ്പുകൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഡിസൈർഡ് പോളൻ ഗ്രെയിൻസ് നമ്മൾ കൊണ്ട് നമുക്കൊരു പുതിയ അല്ലെങ്കിൽ വെറൈറ്റി അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. സ്റ്റിഗ്മേനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻസും അതിൽ വന്ന് ഡെപ്പോസിറ്റഡ് ആവാൻ പാടില്ല. അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ പോളൻ ഗ്രെയിൻസും നമ്മൾ കണ്ടാമിനൻസ് അല്ലെങ്കിൽ കണ്ടാമിനേഷൻ എന്ന് പറയും. സോ കണ്ടാമിനേഷൻ അഥവാ അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റിഗ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ ഒരു മെത്തേഡ് നമ്മൾ രണ്ട് പ്രോസസ്സുകളിലൂടെയാണ് ഇങ്ങനെ അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റഡ് ആവാതെ നമ്മൾ നോക്കുന്നത്. ആ രണ്ട് മെത്തേഡുകളാണ് ഒന്ന് ഇമാസ്കുലേഷൻ, രണ്ടാമത് ബാഗിങ്. സോ ഫസ്റ്റ് വൺ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫീമെയിൽ പാരൻ്റ് ആണെന്നിരിക്കുക. ആ ഫീമെയിൽ പാരൻറ്റിൽ ബൈസെക്ഷലാണ്, മെയിലും ഫീമെയിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് സ്റ്റിഗ്മയാണ്. അതിലുള്ള മെയിൽ ഒരിക്കലും ഫീമെയിലുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിലുള്ള ആന്തറിനെ അവർ മെച്യൂർ ആവണതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ മെച്യൂർ ആവണതിന് മുമ്പ് തന്നെ അതിലെ ആന്തറിനെ റിമൂവ് ചെയ്യും. സോ റിമൂവൽ ഓഫ് ആന്തറിനെ വിളിക്കുന്ന പേരാണ് ഇമാസ്കുലേഷൻ. സോ ഫ്ലവർ ബഡ് ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആന്തറിനെ നമ്മൾ റിമൂവ് ചെയ്യും. സോ ആന്തർ ഡെഹിസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫോഴ്സെപ്സ് വെച്ചിട്ട് ആ ഫ്ലവറിൽ നിന്ന് ആന്തറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇമാസ്കുലേഷൻ. സോ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ആന്തർ റിമൂവൽ. ആന്തർ ബഡ് ആയിരിക്കുമ്പോൾ തന്നെ ആ ഫ്ലവറിൽ നിന്ന് എടുത്ത് മാറ്റുന്നു. ഫോഴ്സെപ്സിൻ്റെ സഹായത്തോട് നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇമാസ്കുലേഷൻ. ഇനി ഇമാസ്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലവറിൽ ഇപ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റിഗ്മ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും അത് ഇപ്പോഴും പ്രൊട്ടക്റ്റഡ് അല്ല. കാരണം ഇനിയും അൺവാണ്ടഡ് ആയിട്ട് ഏതെങ്കിലും പോളൻ ഗ്രെയിൻസ് ഏതെങ്കിലും പോളിനേറ്റിംഗ് ഏജൻറ്റ് വഴി അതിൽ ഡെപ്പോസിറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവർ, ഏതായിരുന്നു ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവർ? ആന്തർ റിമൂവ് ചെയ്ത ഫ്ലവറാണ് ഇമാസ്കുലേറ്റഡ് ഫ്ലവർ. ആ ഫ്ലവറിനെ നമ്മളൊരു ബാഗ് വെച്ച് കവർ ചെയ്യണം. അതിൻ്റെ പേരാണ് ബാഗിങ്. സോ ഇമാസ്കുലേറ്റഡ് ഫ്ലവറിനെ നമ്മൾ ഒരു ബാഗ് വെച്ച്, അതൊരു സ്യൂട്ടബിൾ സൈസ്, ആ ഫ്ലവറിന് എത്ര സൈസ് ഉണ്ടോ അതിനെ കവർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ബാഗ് വെച്ച് കവർ ചെയ്യും. ആ ബാഗ് മിക്കവാറും ബട്ടർ പേപ്പർ കൊണ്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ട്. സോ ബട്ടർ പേപ്പർ കൊണ്ടുള്ള ഒരു ബാഗ്, സ്യൂട്ടബിൾ സൈസുള്ള ബട്ടർ പേപ്പർ കൊണ്ടുള്ള ബാഗ് കൊണ്ട് ഇമാസ്കുലേറ്റഡ് ആയിട്ടുള്ള ആ ഫ്ലവറിനെ നമ്മൾ കവർ ചെയ്യണം. അങ്ങനെ കവർ ചെയ്താൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പോളനും ആ സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഡെപ്പോസിറ്റഡ് ആവില്ല. സോ അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ബാഗിങ്. ടു റിമൂവ് അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ്. ഈ രണ്ട് പ്രോസസ്സുകളാണ് നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലായിട്ടുള്ളത്. ഒന്ന് റിമൂവൽ ഓഫ് ആന്തർ, ഫ്ലവർ ബഡ് ആയിരിക്കുമ്പോൾ തന്നെ യൂസിങ് ഫോഴ്സപ്പ്. രണ്ടാമത്തത് ആ ഇമാസ്കുലേറ്റഡ് ഫ്ലവറിൻ്റെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റിഗ്മേനെ ഒരു ബട്ടർ പേപ്പർ, സ്യൂട്ടബിൾ സൈസുള്ള ഒരു ബട്ടർ പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നതുകൊണ്ട് വേറെ പുറത്തു നിന്ന് ഒരു പോളൻ ഗ്രെയിൻസും അതിൽ വന്ന് ഡെപ്പോസിറ്റഡ് ആവില്ല, അല്ലെങ്കിൽ അതിനെ റിസീവ് ചെയ്യാൻ അനുവദിക്കില്ല. ഇനി ഈ സ്റ്റിഗ്മ ഉള്ള ഈ ഫ്ലവറുകൾ ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസെപ്റ്റ് ചെയ്യാനായിട്ട് പോളൻ ഗ്രെയിൻ നമ്മൾ ഇനി എന്താ, ഇപ്പോൾ ബാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആന്തർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആവശ്യം എന്താ? നമുക്ക് ആവശ്യമുള്ളൊരു വെറൈറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആവശ്യമുള്ളൊരു വെറൈറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് ആയിട്ടുള്ള മെയിൽ അല്ലെങ്കിൽ ഡിസൈഡ് പോളൻ ഗ്രെയിൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഡിസൈഡ് വെറൈറ്റിയുള്ള പോളൻ ഗ്രെയിൻസിനെ നമ്മൾ കളക്ട് ചെയ്ത് ബാഗ് ഓപ്പൺ ചെയ്ത് ആ സ്റ്റിഗ്മ എപ്പോഴാണോ റിസെപ്റ്റീവ് ആവണേ, എപ്പോഴാണോ ഈ പോളൻ ഗ്രെയിനെ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുന്നത്, അപ്പോൾ ഡിസൈഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെ നമ്മൾ സ്റ്റിഗ്മയിൽ കൊണ്ട് റിസീവ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, ഡസ്റ്റ് ചെയ്യും. അങ്ങനെ കഴിഞ്ഞിട്ട് ആ ബാഗിനെ റീബാഗ് ചെയ്യും. സോ ബാഗ് ഓപ്പൺ ചെയ്ത് സ്റ്റിഗ്മ റിസീവ് ചെയ്യാനായിട്ടുള്ള ടൈം ആകുമ്പോൾ നമ്മൾ ഡിസൈഡ് വെറൈറ്റി ഓഫ് പോളനെ ഈ പെർട്ടിക്കുലർ ഫീമെയിൽ ഫ്ലവറിൽ ബാഗ് ചെയ്ത ഫ്ലവറിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഡസ്റ്റ് ചെയ്തിട്ട് റീബാഗ് ചെയ്യും. റീബാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ആ ബാഗിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അത് ഫ്രൂട്ട്സായി മാറാനും അത് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ അനുവദിക്കും. അതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇനി ഇതൊരു ബൈസെക്ഷനിലാണ് നമ്മൾ പറഞ്ഞ് ആന്തർ റിമൂവ് ചെയ്യുന്നു, അതിനുശേഷം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ബാഗ് ചെയ്ത് നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഡിസൈഡ് പോളൻ എടുത്ത് സ്റ്റിഗ്മയിൽ ഡസ്റ്റ് ചെയ്ത് റീബാഗ് ചെയ്ത് അതിനെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് അനുവദിക്കുന്നു. ഇതൊരു ഫീമെയിൽ പാരൻ്റ് യൂണിസെക്ഷൽ ആണെങ്കിൽ, ഈ ഫീമെയിൽ പാരൻ്റ് യൂണിസെക്ഷൽ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. യൂണിസെക്ഷൽ ആണെങ്കിൽ ഐദർ മെയിൽ ഓർ ഫീമെയിലേ ഉണ്ടാവുള്ളൂ. സോ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫീമെയിൽ പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ആവശ്യമില്ല. ഏതാണ്? റിമൂവൽ ഓഫ് ആന്തറിൻ്റെ ആവശ്യം. കാരണം അതിൽ ആന്തർ ഇല്ല, പിന്നെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവറുകളിൽ നമ്മൾക്ക് ഇമാസ്കുലേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ആ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ നമ്മൾ ബാഗ് ചെയ്യണം. ബാഗിങ് ചെയ്താൽ മാത്രമേ വേറെ അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ് അതിൽ ഡസ്റ്റ് ആവാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ. സോ ഫ്ലവർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ യൂണിസെക്ഷൽ ഫ്ലവറുകളിൽ ബാഗിങ് നടത്തും. അത് കഴിഞ്ഞ് സ്റ്റിഗ്മ എപ്പോഴാണോ റിസെപ്റ്റീവ് ആവണേ, പോളൻ ഗ്രെയിനെ റിസീവ് ചെയ്യാൻ എപ്പോഴാണോ തയ്യാറായിരിക്കുന്നത്, അപ്പോൾ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള പോളനെ അതിൻ്റെ സ്റ്റിഗ്മയിൽ ഡസ്റ്റ് ചെയ്യുന്നു, റീബാഗ് ചെയ്യുന്നു, ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ അനുവദിക്കുന്നു. ഇതാണ് യൂണിസെക്ഷനിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. അവിടെ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് അവിടെ എന്തരില്ല, ഫീമെയിൽ ഫ്ലവർ മാത്രമേ ഉള്ളൂ. പോളൻ ഗ്രെയിൻ ഡിസൈഡ് വെറൈറ്റീനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഫ്ലവർ റീബാഗ് ചെയ്ത് ഫ്ലവർ ഡെവലപ്പ് ചെയ്യാൻ അനുവദിക്കുന്നു. ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ പ്രത്യേകത, നമുക്ക് ഏതൊക്കെ വെറൈറ്റികളെ തമ്മിൽ മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളൊരു ഡിസൈഡ് വെറൈറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലൂടെ പുതിയ വെറൈറ്റികൾ നമ്മുടെ പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്കുകൾ വഴി നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്.